ഇന്ന് ചോറാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പൊന്നി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഗ്ലാസ് പൊന്നി റൈസ് എടുത്തിട്ട് അതൊരു 3-4 തവണ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുക്കറിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമാണ് റൈസ് ഉള്ളത്. ഇനി കുക്കറിൻ്റെ ഒരു അരഭാഗത്തിലും മീതെ നിൽക്കുന്ന വിധത്തിൽ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കുക്കർ അടച്ചു വെച്ച് അതിൻ്റെ വെയിറ്റൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെക്കാം. ഇപ്പോൾ ഫ്ലെയിം ഞാൻ ഫുള്ളിലിട്ടിട്ട് ആണ് കുക്കർ വെച്ചിട്ടുള്ളത്. ഇനി ഒരു വിസിൽ വന്നാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. ഓരോ റൈസിനനുസരിച്ചും ഇതിൻ്റെ സമയത്തിലും എല്ലാം വ്യത്യാസം വരും കേട്ടോ. ഇപ്പോൾ പൊന്നി റൈസാണ് ഏറ്റവും പെട്ടെന്നാവുക. പക്ഷേ പൊന്നി റൈസിൻ്റെ തന്നെ ക്വാളിറ്റി പലതരത്തിലുള്ളതുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ മാറുന്നതിനനുസരിച്ച് ഈ ടൈമിലൊക്കെ വ്യത്യാസം വരും. പിന്നെ അരിയുടെ ക്വാണ്ടിറ്റി വ്യത്യാസം വരുന്നതിനനുസരിച്ചും ടൈമിൽ വ്യത്യാസം വരാം. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിതിൻ്റെ സ്റ്റീം കളയണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പൈപ്പിൻ്റെ ചോട്ടിൽ പിടിച്ചിട്ട് കുറച്ച് വെള്ളം ഇതിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ സ്റ്റീമൊക്കെ പോയി കിട്ടി. ഇനി നമുക്കിത് തുറന്ന ശേഷം കുറച്ച് നല്ല വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ആ റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ റൈസിനൊരു പശ പോലെ ഒരു ഇതുണ്ടാവുമല്ലോ, അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഊറ്റിക്കളയാവുന്നതാണ്. ഒരു 10 മിനിറ്റ് നമുക്ക് ഇത് ഇങ്ങനെ തന്നെ വെക്കാം, അല്ലെങ്കിൽ വെള്ളം പോയി കിട്ടില്ല. അപ്പോൾ വെള്ളം നല്ലവണ്ണം പോണ വരെ നമുക്കിത് ഇങ്ങനെ തന്നെ വെക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു അരിപ്പ വെച്ചിട്ട് നിങ്ങൾക്ക് ഊറ്റിയെടുത്താൽ മതിയാകും. ചോറ് കുക്കറിൽ വെക്കുന്നതിൻ്റെ ബേസിക് പ്രൊസീജിയേഴ്സാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്. ഇപ്പോൾ ഇതിനനുസരിച്ച് നമ്മുടെ അരിയുടെ അനുസരിച്ച് സമയത്തിൽ വ്യത്യാസങ്ങൾ വരാം. അതായത് പൊന്നി റൈസിൻ്റെ തന്നെ പല വെറൈറ്റി ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് ടൈമിൽ വ്യത്യാസം വരാം. ഇപ്പോൾ നമ്മൾ 1 ഗ്ലാസ് അരി എന്നുള്ളത് 2 ഗ്ലാസ് അരി ആവുമ്പോഴും നമ്മുടെ ടൈമിൽ വ്യത്യാസം വരും. അതായത് ഇപ്പോൾ 1 ഗ്ലാസ് അരി വെച്ചിട്ട് ഞാൻ ഒരു 10 മിനിറ്റാണ് റെസ്റ്റ് ചെയ്യണത് അല്ലേ. അത് കഴിഞ്ഞ ശേഷമാണ് വാർത്തെടുക്കണത്. അപ്പോൾ അതിന് പകരം ഇപ്പോൾ 2 ഗ്ലാസ് അരിയാണെങ്കിൽ വെക്കണമെന്ന് വെച്ചാൽ അത് ഒരു വിസിൽ വന്ന ശേഷം ഒരു 5 മിനിറ്റ് വെച്ചാൽ മതിയാവും. അപ്പോഴേക്കും അത് എന്താ പറയുക നല്ലോണം ആയി കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാം. എന്നാലും തീരെ കുക്കറിൽ ചോറ് വെക്കാൻ അറിയാത്തവർക്ക് ഒരു ബേസിക് ഐഡിയ മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.